നമ്മളിന്ന് വീണ്ടും ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോകുന്നത്. സദേൺ ഹെമിസ്ഫിയറിൻ്റെ ഹയസ്റ്റ് ഒബ്സർവേഷൻ ഡക്കിലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് 300 meters above the sea level. യെസ്, മെൽബൺ സ്കൈ ഡക്ക്. യുറേക്ക ടവറിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ടോപ്പ് 10 floors 24 കാരറ്റ് റിയൽ ഗോൾഡ് ആയിട്ടാണ് അവർ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുറേക്ക 89 സ്കൈ ഡക്കിൻ്റെ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കയറിയ ഉടനെ തന്നെ കുറച്ച് ഫൺ ഫാക്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല വേൾഡ്സ് ലാർജസ്റ്റ് 6D വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസും ഇവിടെ തന്നെയാണ്. കുറച്ചും കൂടി നടന്നപ്പോൾ മെൽബൺ സിറ്റിയുടെ ഒരു 3D സ്ട്രക്ചർ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് TV-യിൽ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ കണ്ടു. ഇനി നമുക്ക് സ്കൈ ഡക്കിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൈ ഡക്ക് 88th ഫ്ലോറിലാണ്. പക്ഷേ ഇറ്റ് ടേക്സ് ഓൺലി 38 seconds ടു റീച്ച് ദർ, ബിക്കോസ് അത് പോണ സ്പീഡ് 9 meters/second. ഇതാണ് സ്കൈ ഡക്ക്. ഇവിടെ നിന്ന് മെൽബണിൻ്റെ ഒരു 360 ഡിഗ്രി തന്നെ നമുക്ക് കാണാം. ഇവിടുത്തെ ടിക്കറ്റ്സും അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. അപ്പം മെൽബൺ വരുമ്പോൾ എന്തായാലും 1 ടൈമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇവിടെ തന്നെ കുറേ ടെലസ്കോപ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടെലസ്കോപ്സും നമ്പർ ഇട്ടിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ ടെലസ്കോപ്പ് വ്യൂ. ആ കാണുന്നതാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് അഥവാ MCG. MCGനെ പറ്റി കേൾക്കാത്തതായിട്ടുള്ള ഇന്ത്യൻസ് കുറവായിരിക്കും അല്ലേ. ഇപ്പം അടുത്ത് നമ്മുടെ കോഹ്ലിയും ടീമും വന്നിട്ട് ഓസ്ട്രേലിയൻസിനായിട്ട് ടെസ്റ്റ് കളിച്ചു പോയതാണ്. ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, ഒരു കൗതുകം. ഓസ്ട്രേലിയാസ് ഹയസ്റ്റ് പോസ്റ്റ് ബോക്സും ഇവിടെയാണ്. ഉയരം കൂടുന്നോറും സ്വാദ് കൂടും എന്നല്ലേ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചായയ്ക്ക് പകരം നമുക്ക് ഐസ്ക്രീം ആക്കാം. യെസ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ് മാഗ്നം ക്ലാസിക്. വ്യൂ മാത്രം കണ്ടാൽ പോരല്ലോ, ഇതിൻ്റെ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.